ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഞാൻ ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന അരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അരി വറുക്കാൻ വേണ്ടി ഒരു പഴയ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അന്നേരം അത് ചൂടായതിന് ശേഷം വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിന് മുമ്പിട്ട് നമ്മുടെ അരിയാണെങ്കിൽ ഞാൻ നല്ല വൃത്തിക്കൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. വെള്ളം ഒന്ന് തോരാൻ വേണമെങ്കിൽ നമുക്കൊന്ന് വെക്കാം. ഞാൻ കഴുകിയിട്ട് ഉടൻ തന്നെ അത് വറുത്തെടുക്കുകയാണേ. അപ്പം ഈ അരി കുത്തരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി വെച്ചിട്ട് നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാവുന്നതാണ്. കുത്തരി എടുക്കുമ്പോൾ ആ ഒരു കളറൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. വെള്ളരി എടുക്കുന്നതെങ്കിൽ അത്രയും കളർ വരത്തില്ല. പിന്നെ നമ്മളിതിനകത്ത് ശർക്കര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വറുത്തെടുത്തിട്ടുണ്ട്. ഇത് തണുത്തിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ച് നല്ലതായിട്ട് പൊടിയണം കേട്ടോ. നല്ലതായിട്ട് പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന സമയം തന്നെ ഓളെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തേങ്ങ, ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശർക്കരയും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏലക്കയും അരിയുടെ കൂടെ തന്നെ ഏലക്കയും ഇട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അതേപോലെ തന്നെ പൊടിച്ചെടുക്കുക. പിന്നീട് ഞാൻ ശർക്കര ചീകി എടുത്തതിന് ശേഷം തേങ്ങ തിരുകിയതും ശർക്കരയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ നല്ല ഒരു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരു നനവോടെ നമുക്കത് കിട്ടത്തുള്ളൂ. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് അരയ്ക്കൊന്നും വേണ്ട. ഒരു 2 വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ചീകി അരിഞ്ഞാൽ 2 വട്ടം കറക്കി എടുത്താൽ മതി. അല്ലാതെ ഇടുവാണെങ്കിൽ മിക്സി കേടായിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് നല്ല ഒന്ന് ചേർത്ത് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ആക്കണം. ആക്കിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് പിടിച്ച് നോക്കാൻ ഉരുളയാവുന്നുണ്ടോയെന്ന്. അങ്ങനെ ആയാൽ കറക്റ്റായി, അത് മതി. പിന്നീട് നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അരിയുണ്ട. അപ്പോൾ നമ്മളിത് ഉരുട്ടുന്ന സമയം നല്ല പ്രസ് ചെയ്ത് നല്ല അമർത്തി വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ കേട്ടോ, ഞാൻ ഉരുട്ടി നോക്കുന്നുണ്ട്. ഉരുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഉരുള കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമുക്ക് ചേർത്താൽ മതി, ശർക്കരയും തേങ്ങയും കൂടെ. അപ്പോൾ ഞാൻ എടുത്തത് കണക്കായിരുന്നു. പിന്നീട് ഒരു സ്പൂണിനോളം എനിക്ക് ബാലൻസ് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നല്ലതായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഉരുട്ടി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇത് നല്ല കല്ല് പോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ആ ഒരു സൈസിൽ കിട്ടും. പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല കട്ടിയാവും. നിങ്ങൾക്ക് ഒരാഴ്ച ഇത് നമുക്ക് വെച്ചിരുന്ന് കഴിക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് തയ്യാറാക്കി കൊടുക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം.